ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് കേട്ടോ. അപ്പോൾ അതെ, നമ്മൾ റെഡി ആയിട്ടിരിക്കുന്നത് വേറെ എങ്ങോട്ടല്ല. നമ്മളതേ കുഞ്ഞാപ്പിക്ക് പോളിയോയുടെ ദിവസമാണ് ഇന്ന് സൺഡേ. അപ്പോൾ അതേ കുഞ്ഞാപ്പിക്ക് നമ്മുടെ തിയൂട്ടറും പോളിയോ വയ്ക്കാൻ വേണ്ടി പോവുകയാണ് ഞങ്ങൾ രണ്ടുപേരും കൂടെ. അപ്പോൾ പോളിയോ വെച്ച് കഴിഞ്ഞിട്ട്, പോളിയോ വയ്ക്കുന്നതല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ, പോളിയോ വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ തീരുമാനിച്ചതാണ് ഞാൻ നല്ലൊരു കിടുക്കൻ ബീഫ് കറി ഉണ്ടാക്കാമെന്ന്. കറിയല്ല, ഒരു വരട്ടിയ ഒരു ടൈപ്പാണ്. ഞാൻ ലാസ്റ്റ് നിന്ന് ശമതീതര വീട്ടിൽ പോയപ്പോൾ കഴിച്ചതാണ്. ഞാൻ ഇതുവരെയായിട്ട് അത്രയും ടേസ്റ്റി ആയിട്ട് കഴിച്ചിട്ടില്ല കേട്ടോ, സത്യം പറയാം. സോ അതുപോലെ ആ റെസിപ്പിയൊക്കെ ചോദിച്ചിട്ട് അതുപോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പൊറോട്ടയും ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല. എന്തായാലും നമുക്ക് ആദ്യം പോളിയോ വെച്ചിട്ട് ബീഫ് മേടിക്കാൻ പോവാം. ഇവിടെ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ പോളിയോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുഞ്ഞാപ്പിക്ക് പോളിയോ കൊടുക്കാൻ വേണ്ടിയിട്ട് ബസ് സ്റ്റാൻഡിൽ വന്നിരിക്കുകയാണേ. വായ നോക്കാം എൻ്റെ. ചുറ്റാ നോക്കട്ടെ. സോ ഫ്രണ്ട്സ്, നമ്മളുണ്ടല്ലോ ബീഫ് തെരഞ്ഞ് ഇപ്പോൾ ഓടക്കാലി എത്തിയിട്ടോ. ഓടക്കാലിയിലാണ് നമുക്ക് ബീഫ് കിട്ടിയത്. അതിന് മുമ്പ് നമ്മൾ നെല്ലിക്കുഴി, കോതമംഗലം, ചെറുവട്ടൂര്, പിന്നെ ഏതൊക്കെ സ്ഥലമൊക്കെ കുറേ സ്ഥലങ്ങൾ തെരഞ്ഞ്. ഇപ്പൊ സമയം എത്രയാണെന്നറിയോ? 1:30. ഈ സമയത്ത് നമ്മൾ ഒരുപാട് കടകൾ കയറി ഇറങ്ങി, എവിടെ ഇല്ല, എല്ലാവരും തീർന്നിരിക്കുകയാണ്. പക്ഷേ സാധനം കിട്ടിയേ പറ്റൂ എന്നുള്ളൊരിതിൽ നമ്മളിപ്പോൾ ഓടക്കാലി വരെ വന്നു കേട്ടോ. അപ്പം നമ്മളെന്തായാലും ഇനി ബീഫ് മേടിക്കാം. കഥയിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. നമ്മൾ ബീഫ് വാങ്ങിയിട്ട് നേരെ കുഞ്ഞാപ്പീനെയും കൊണ്ട് മുടി വെട്ടിക്കാനാണ് കേട്ടോ കൊണ്ടുവന്നത്. കുഞ്ഞാപ്പിയുടെ മുടി ആകെ കുറേ ദിവസമായിട്ട് ഫുൾ ഹെവി ആയിട്ട് നിൽക്കുകയാണ്. എല്ലാവരും പെൺകുട്ടിയാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവനെ നമുക്കിന്നൊരു ആൺകുട്ടിയാക്കി എടുക്കണം അല്ലേ കുഞ്ഞാപ്പി? റെഡി അല്ലേ കുഞ്ഞാപ്പി? കുഞ്ഞാപ്പി ആകെ പേടിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതൊക്കെ എന്താണ് കുഞ്ഞാപ്പി? അവസാനം കോഴിക്കുട്ടനായോ ചോദിക്കുക. പറഞ്ഞ് അഭിനയിപ്പിക്കുകയാണ് അല്ലേ കുഞ്ഞാപ്പിയെ? ഒരു ബാഗിൻ്റെ ഉള്ളിൽ എന്താ ഉള്ളേ? കമ്പിയാ? ഫ്രണ്ട്സ്, അങ്ങനെ അതേ നമ്മൾ പുറത്ത് പോയി വന്നതും കുഞ്ഞാപ്പീനെ വേഗം ഒന്ന് കുളിപ്പിച്ചെടുത്തു. എന്നിട്ട് ഞാനതേ ബീഫൊക്കെ ഒന്ന് കഴുകി അതിലിടാനുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നോർമൽ കുക്കിംഗ് ടൈപ്പ് ഒന്നല്ല, കുക്കിംഗ് വീഡിയോ പോലെ ഒന്നല്ല. കാരണം എനിക്കറിഞ്ഞൂടാ കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യാൻ. ഞാൻ ജസ്റ്റ് നോർമൽ നമ്മുടെ വീട്ടിലൊക്കെ ചെയ്യുന്ന പോലെ ഒരു ഇതൊന്നും എടുത്ത് വെച്ചില്ല. അടുക്കളയൊക്കെ ആകെ അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്. പിന്നെ ഇവിടെ ഞാൻ ചിയാ സീഡ് പാലിലിട്ട് വെച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ച് വെച്ചിട്ടുണ്ട് മുഖത്ത് തേക്കാനായിട്ട്. സൺ ടാൻ റിമൂവ് ചെയ്യാൻ പറ്റിയ അടിപൊളി സാധനമാണ്. അപ്പോൾ നമുക്കിനി എങ്ങനെ ബീഫ് ഉണ്ടാക്കണമെന്നുള്ള വീഡിയോയിലേക്ക് എടുക്കാവേ. ബീഫ് ഇതേ നന്നായി കഴുകി നമ്മൾ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട്. ചെറിയുള്ളി അരിഞ്ഞതും കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും, ഇതേ കറിവേപ്പില, മുളക് പൊടി, ഉലുവ, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഇത്രേ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇതെല്ലാം ഒരു മുളക് പൊടി ഒരു 2 ടീസ്പൂണ്, മല്ലിപ്പൊടി ഒരു 2 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, ഉലുവ 1 ടീസ്പൂണ്. പിന്നെ ഇതും ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് കുഴച്ചിട്ട് നല്ല വേവാൻ വെക്കാൻ പോവുകയാണേ. ഉപ്പിടാൻ മറന്നുപോയി. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാവേ. നമ്മുടെ ബീഫ് ഇത് നല്ല രീതിക്ക് വെന്തിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ ഹൈലൈറ്റ് കേട്ടോ. നമ്മുടെ മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ട് നന്നായി ചൂടാക്കിയിട്ട് 2 സാധനങ്ങളാണ് ഞാനിപ്പോൾ ഇടാൻ പോകുന്നത്. അതായത് നമ്മുടെ
ചെറിയ ഉള്ളിയും കറിവേപ്പിലയും ഇതിട്ടിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ചെറിയ ഉള്ളിയൊക്കെ എത്ര വേണമെങ്കിലും ഇട്ടോട്ടോ, ഒരു കുഴപ്പമില്ല, ടേസ്റ്റ് കൂടത്തേ ഉള്ളൂ. ഞാനിപ്പോൾ ഒരു അത്യാവശ്യം 1/4 കിലോനോളം ചെറിയ ഉള്ളി ഇതിലും അതിലുമായിട്ട് ഇട്ടിട്ടുണ്ട്. ആദ്യമേ നമ്മൾ വേവിക്കാനായിട്ട് ഇട്ടിട്ടുണ്ട്. വേറെ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, മീറ്റ് മസാല ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. നമ്മുടെ ഉള്ളി നല്ല പോലെ വയൻ്റെ ഒരു ഇളം ബ്രൗൺ കളറാവുമ്പോൾ നമ്മൾ ഇതിലോട്ട് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ പെരിഞ്ജീരകം പൊടിച്ചതാണ് കേട്ടോ. അത് പെരിഞ്ജീരകം വറുത്ത് പൊടിച്ചതാണ്. അതൊരു 1.5 ടീസ്പൂൺ ഞാൻ ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് അതിലോട്ട് നമ്മളിതേ നമ്മുടെ ബീഫ് കോരി ഇട്ടിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ ഒന്ന് വരട്ടി എടുക്കണം കേട്ടോ. മണം ഉണ്ടല്ലോ, ഒരു രക്ഷയില്ലേ. ഇതേ നമ്മുടെ ബീഫ് നല്ല അടിപൊളിയായിട്ട് വരട്ടി എടുത്തിരിക്കുകയാണ് ഞാൻ. നല്ല ഈ ഒരു ടെക്സ്ചറാണ് കേട്ടോ നല്ലത്. പൊറോട്ടയ്ക്ക് കുറച്ചെങ്കിലും ഗ്രേവി വേണം, ഒരുപാട് ഡ്രൈ ആയാൽ ശരിയാവില്ല. ഇപ്പം തന്നെ ഞാൻ കുറച്ച് കഴിച്ചു നോക്കിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഇനി കുറച്ചുകൂടെ ടേസ്റ്റ് കൂടാൻ നമുക്ക് കുറച്ച് പെപ്പർ ഒന്ന് തൂവി കൊടുക്കാം. കുറച്ച് പെപ്പർ, ഒരുപാട് പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് ഒരുപാട് എരിവ് പറ്റില്ല. നിങ്ങൾ വീട്ടിൽ എരിവ് ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് എരിവായിട്ട് ഇരുന്നോട്ടെ, കുറച്ചുകൂടെ അധികം പെപ്പർ ഇട്ട് കൊടുത്താൽ മതി. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ സംഗതി, അതായത് ബീഫ് വരട്ടിയത് സെറ്റാവും കേട്ടോ. ഇതിന് ഇതേപോലെ വരട്ടി എടുക്കുകയാണെങ്കിൽ ഇത് നല്ല ബ്ലാക്ക് കളറാവും കേട്ടോ. മൊത്തത്തിൽ ബ്ലാക്ക് കളറായിട്ട് ഭയങ്കര ഡ്രൈ ആയിരിക്കും, അതുപോലെ തന്നെ ഭയങ്കര ടേസ്റ്റും ആയിരിക്കും. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിള്ളേർക്കൊക്കെ വേണ്ടതായതുകൊണ്ടും പൊറോട്ടയ്ക്കൊക്കെ കഴിക്കാനായതുകൊണ്ടും ഞാനിങ്ങനെ ഗ്രേവി ആയിട്ട് എടുക്കുവാണ്. ഇത് വരട്ടിയ ടൈപ്പ് ഞാൻ പിന്നീട് എപ്പോഴേലും നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പക്ഷേ ഒരു രക്ഷയില്ല, ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും ടേസ്റ്റി ആയിട്ട് ബീഫ് കറി ഉണ്ടാക്കണം, സത്യം. താങ്ക്സ് ടു ഷവാദി. കുഞ്ഞപ്പി മമ്മയുടെ മുഖത്തെന്താ എന്തെന്നേ? ബീഫ് കഴിഞ്ഞുള്ള പൊറോട്ട പണി ഇവിടെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ പൊറോട്ട മോശമൊന്നും ആയില്ല കേട്ടോ, നല്ല അടിപൊളിയായിട്ട് ലെയറായിട്ട് വന്നേ. ഇതേ പിള്ളേരൊക്കെ പ്ലേറ്റ് എടുത്തിട്ട് ഫുഡ് കഴിക്കാനുള്ള തിരക്കിലാണ്. ആകെ ഒരു മോശം പറ്റിയത് പൊറോട്ട തികഞ്ഞില്ല കേട്ടോ എല്ലാവർക്കും. എങ്കിലും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ പോവാം. പിന്നീട് നല്ല അടിപൊളി പൊറോട്ട ഉണ്ടാക്കാമല്ലോ. പൊറോട്ട എങ്ങനെയുണ്ട്? ബീഫോ? സൂപ്പർ. ഇഷ്ടപ്പെട്ട കുഞ്ഞാപ്പിക്ക്? ആണോ? എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ട്രാവലിംഗ് അല്ലെങ്കിലും തൽക്കാലം ഞാൻ ഈ കുക്കിംഗ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുവാണ്. അടുത്തന്നെ നമ്മൾ പുതിയൊരു യാത്ര പ്ലാൻ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീഡിയോ മിക്കവാറും നല്ലൊരു കിടിലൻ യാത്രയുടെ വീഡിയോ ആയിരിക്കും. സോ എല്ലാവരും കാത്തിരിക്കുക, വേഗം വരുന്നതായിരിക്കും. ടാറ്റാ.